ഒരു കാലഘട്ടം കേരളക്കരയിലുള്ള അമ്മമാർക്ക് ആശുപത്രിയിൽ പോകാൻ പാടില്ലായിരുന്നു. അവൾക്ക് ചട്ടയും മുണ്ടും മാത്രം ധരിക്കാനേ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും അപസ്മാരം ബാധിച്ച പെണ്ണിനെ മറ്റേതെങ്കിലും ചികിത്സകൾ നടത്തി അവളെ ജീവിതം നശിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്ങനെയാ കേരളക്കര മാറിയത്? ഒരു പ്രവാചകൻ കേരളത്തിലേക്ക് വന്നതല്ല, മറിച്ച് 1921 കേരള ഐക്യസംഘം എന്ന പേരിൽ ആരംഭിച്ച് അവിടുന്ന് ഇങ്ങോട്ട് 2026 ഇടക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ, വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അലവി മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, അബ്ദുസലാം മൗലവിയെ പോലെ, എൻവിയെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, എൻ മുഹമ്മദ് മദനിയെ പോലെയുള്ള അന്നത്തെ കർമ്മധീരരായ പ്രവർത്തകന്മാർ കേരളത്തിന്റെ മുഖ്യമൂലകളിലേക്ക് ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി കയറി ചെന്ന് ആട്ടും തത്വം വേറും കൊണ്ട് സഹിച്ച ത്യാഗത്തിന്റെ അന്നവർ കണ്ട സ്വാതന്ത്ര്യം ആ മനുഷ്യരെ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ നമ്മൾ ആർജവത്തോടെ നെഞ്ചും തിരിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പിന്നാലെ ഉണ്ടാകണം. നമ്മളെ ഉള്ളൂ ഈ സമൂഹത്തെ സമത്വരിക്കാൻ.